ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രേഡേഴ്സ്, മാർക്കറ്റ് ഒരിക്കലും ഒരേ ദിശയിലേക്ക് കൂടുതൽ കാലം സഞ്ചരിക്കാറില്ല. അത് മുകളിലേക്കായാലും ശരി, താഴേക്കായാലും ശരി. സോ ലോങ് പൊസിഷനുള്ളവർ ശ്രദ്ധിക്കുക. ആൻഡ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങളോടായിട്ട്, പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ മെയിൽ ചെയ്താലും മതി, ഒന്ന് ഇട്ടതായോ. നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രമാണ്, നത്തിങ് എൽസ്. അതായത് നിഫ്റ്റി ആദ്യം 15,000 ടച്ച് ചെയ്യുമോ അതോ 7,500 ടച്ച് ചെയ്യുമോ? എൻ്റെ അഭിപ്രായം ഞാൻ ഇപ്പം തന്നെ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ നിഫ്റ്റി 15,000 ഹിറ്റ് ചെയ്യും ആദ്യം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്, എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ. ആരും എഴുതാറൊന്നുമില്ല, ഒന്നും ഇടാറുമില്ല. ഓക്കെ, പറ്റുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ മെയിലിട്ടോ. മെയിലിൽ 2-3 മെയിലൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, ആൻഡ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ടൊരു നഷ്ടമില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവും താനും. ഓക്കെ, പ്ലീസ്, സോ ഡോണ്ട് ഫോർഗെറ്റ്. ഇപ്പം തന്നെ ചെയ്തോളൂ. താങ്ക് യു. ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക്. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 13,682 114 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 46,666 403 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 30,698 ജസ്റ്റ് 7 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,567. ഇന്നത്തെ ഓപ്പണിംഗ് 13,663. ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ് ടു 13,692. ഡേ ലോ വാസ് 13,606. ആൻഡ് 114 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 13,682 നിഫ്റ്റി ക്ലോസ് ചെയ്തു. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഒരു സ്മോൾ ബോഡിഡ് ബുള്ളിഷ് ക്യാൻഡിലാണ്. അടുത്തൊരു ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 13,800 ആണ്. ഓക്കെ, ഈ ഒരു ലെവൽ വെച്ചിട്ട് ഫ്രണ്ട്സ്, നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 13,620 ആയിരിക്കും അടുത്തൊരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ. റെസിസ്റ്റൻസ് അല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് ഇന്നത്തെ പോലെ ഒരു ബ്രേക്ക്ഔട്ട് നാളെ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത നിഫ്റ്റിയുടെ ഒരു ലെവൽ 14,000 to 14,100 ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ഹോൾഡ്. ഓക്കെ, 13,620 മുകളിൽ അത് ഹോൾഡ് ചെയ്താൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമുക്ക് നിഫ്റ്റിനെ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതേസമയം നാളെ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. ഓക്കെ, 13,520 ആണെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് സം മോർ ടൈം. ഓക്കെ, അടുത്തൊരു 2-3 സെഷൻസ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഇന്ത്യ വിക്സ് ഇന്നും ഡൗൺ ആയിരുന്നു 0.72%, വിച്ച് ഈസ് ഫേവറബിൾ ഫോർ ബുൾസ്. അതേസമയം ഓപ്ഷൻ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡാറ്റയിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 13,000 സ്റ്റിൽ. ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,200. അതേസമയം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റും 13,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500. കോൾ അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ എല്ലാ മേജർ സ്ട്രൈക്ക് റേറ്റിലും കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം പുട്ടിൻ്റെ റേറ്റിംഗ് നടന്നിട്ടുള്ള 13,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,600. ഒരു ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ച് 13,450 to 13,850 ആണ് ഓപ്ഷൻ ഡാറ്റ പ്രകാരം. ദാറ്റ്സ് ഓൾ ഫോർ നിഫ്റ്റി. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി ഇന്നും ഒരു ഗംഭീര തോൽവി തന്നെയായിരുന്നു. ബട്ട് ഹൗവർ മാനേജ് ചെയ്തു അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യാൻ. ആൻഡ് ഇന്ന് ജസ്റ്റ് 7.35 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 30,698 ക്ലോസ് ചെയ്യായിരുന്നു. അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ അഗെയിൻ 30,500 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് 31,000 31,200 ലെവലിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതേസമയം സപ്പോർട്ട് സ്റ്റിൽ എക്സിസ്റ്റ് 30,300, സെക്കൻഡ് ഈസ് 30,200 ലെവൽ. ആൻഡ് ഇന്ന് പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് കാണാൻ കഴിഞ്ഞത് സ്റ്റോക്സിൽ അശോക് ലൈലാൻഡ്, DLF, ജിൻഡാൽ സ്റ്റീൽ, ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ്, HDFC, ഭാരതി എയർടെൽ, ഹിൻഡാൽകോ. ആക്ച്വലി നമ്മളുടെ 2 ട്വിൻസും, അതായത് HDFCയും ബജാജും ഇന്ന് നല്ലൊരു സപ്പോർട്ടാണ് നിഫ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്ലസ് ടൈറ്റൻ, ഏഷ്യൻ പെയിൻറ്റ്സ്, TCS, XYZ. അതേസമയം പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ കഴിഞ്ഞത് PNBയിലും, കനറ ബാങ്കിലും, ടാറ്റ കെമിക്കൽസ്, എക്സെട്ര. ഫ്രണ്ട്സ്, അടുത്തത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നിഫ്റ്റിയുടെ
ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത് 13,620 ആണ്. ആൻഡ് സെക്കൻഡ് ഈസ് 13,570. അതേസമയം റെസിസ്റ്റൻസ് 13,710. സെക്കൻഡ് ഈസ് 13,740. ബാങ്ക് നിഫ്റ്റിയുടെ 30,540. സെക്കൻഡ് ഈസ് 30,390. അതേസമയം റെസിസ്റ്റൻസ് 30,890. സെക്കൻഡ് ഈസ് 31,040. ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 13,200. FIs ആൻഡ് DIs ഡാറ്റ. FIസിൻ്റെ ഭാഗത്തു നിന്ന് പർച്ചേസിങ് നടന്നിട്ടുള്ള 1,981 ക്രോഴ്സിൻ്റെ ബൈങ് ആണ്. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്ന് 1,718 ക്രോഴ്സിൻ്റെ സെൽ ഓഫ്. മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ മെയിൻ ന്യൂസിൽ ഷുഗർ സ്റ്റോക്സ്, ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അത് റോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു 3,500 CR സബ്സിഡി ഫോർ ഷുഗർ ഫാമേഴ്സ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ റഡാറിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് വിപ്രോ കമ്പനീനെ കുറിച്ചിട്ട് ദ കമ്പനി കംപ്ലീറ്റഡ് അക്വിസിഷൻ 83% equity stake in some company. And Colgate and Palmolive investors call is scheduled to be held on December 18th. ഓക്കെ, ഇത് വ്യക്തമായിട്ടുള്ള നിങ്ങൾക്ക് ന്യൂസും കാര്യങ്ങളും അറിയണമെങ്കിൽ പ്ലീസ് ഗോ ടു NSE വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഞാനിത് കൂടുതലായിട്ട് പറയാമെന്ന് കഴിഞ്ഞാൽ വീഡിയോ വെരി ലെങ്തി ആയി മാറും. ഓക്കെ, സോ പ്ലീസ് ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് ലോങ് ബിൽഡപ്പ് സ്റ്റോക്സ്. ഓക്കെ, അശോക് ലൈലാൻഡ്, എസ്കോർട്സ്, സെയിൽ, വോൾട്ടാസ്, ഗോദ്രേജ് പ്രോപ്പർട്ടി. അതേസമയം ലോങ് അൺവൈൻഡിങ് കാണാൻ കഴിയുന്നത് കനറ ബാങ്ക്, ACC, നോക്രി, ശ്രീറാം സിമൻറ്റ്, പെട്രോനെറ്റ്. ആൻഡ് ഷോർട്ട് ബിൽഡപ്പ് PNBയിൽ കാണുന്നുണ്ട്, കോൺകോറിൽ, ഗെയിലിൽ, ടൊറൻറ്റ് ഫാർമ, ടാറ്റ കെമിക്കൽ. അതേസമയം ഷോർട്ട് കവറിങ് നടക്കുന്നത് ടൊറൻറ്റ് ഫാർമ, TCS, ബാറ്റ ഇന്ത്യ, UPL. നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്സ്. ഫസ്റ്റ് വൺ ഈസ് എമെൻഡം, ബൈ അബവ് 735, ടാർഗറ്റ് 745. ഷോർട്ട് സെല്ല് 728 താഴെ പോവുകയാണ് നിങ്ങൾക്ക് ഷോർട്ട് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് വൺ ഈസ് DLF, ബൈ അബവ് 240, ടാർഗറ്റ് 249. ഷോർട്ട് സെല്ല് 231 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട്. ടാർഗറ്റ് യു ക്യാൻ ഡിസൈഡ്. നെക്സ്റ്റ് വൺ ഈസ് ഹിൻഡാൽകോ, ബൈ അബവ് 252, ടാർഗറ്റ് ഈസ് 258. You can short at 250. Target you can decide. Next is JSW Steel, buy about 367. Target is 376. Short sell 364 na താഴെ പോവാണെങ്കിൽ you can short. Target you can decide. Next is Adani Ports, buy above 478. Target 486. നിങ്ങൾക്ക് ഷോർട്ട് എടുക്കാവുന്നതാണ് 471 താഴെ വരികയാണെങ്കിൽ. ടാർഗറ്റ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. ദിസ് ഈസ് ഓൾ മൈ പേഴ്സണൽ വ്യൂ. മൈ വ്യൂ ക്യാൻ ഗെറ്റ് റോങ്, സോ ഡോണ്ട് ഫോളോ ഇറ്റ് ബ്ലൈൻഡ്ലി. പ്ലീസ് കൺസൾട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ബിഫോർ യു എൻ്റർ ദ മാർക്കറ്റ് ഓർ ട്രേഡ്. ഫ്രണ്ട്സ്, ഇന്ന് മാർക്കറ്റിനെ ഡ്രോ ചെയ്തത് ഓപ്ഷൻ സ്പെക്ട്രം ന്യൂസ് തന്നെയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പോസിറ്റീവ് ന്യൂസ്. ആൻഡ് പ്ലസ് നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റ് ഓഫ് കോഴ്സ് അവർ ഗ്രീൻ തന്നെയായിരുന്നു ഓപ്പണിംഗ് ഇന്നത്തെ, ബിക്കോസ് ഓഫ് കോവിഡ് വാക്സിൻ്റെ എന്താ പറയുക പ്രോഗ്രസ്. അതേസമയം ഏഷ്യൻ മാർക്കറ്റെല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഗ്രീനിൽ തന്നെയാണ്. ദാറ്റ് ഈസ് നിക്കി ആയാലും കോസ്പി ആയാലും ഓക്കെ. അതേസമയം ഫിറ്റ്സി 0.93% അപ്പോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. CAC CAC 0.84%. അതേപോലെ DAX ഈസ് അപ്പ് ബൈ 1.6. ക്രൂഡ് ഓയിൽ സ്റ്റിൽ നിയർലി എന്താ പറയുക $48 ടച്ച് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഓക്കെ, അതേസമയം US സ്റ്റോക്സ് ഒരു ഹയറിൽ തന്നെയാണ് ഓപ്പണിംഗ് കാണാൻ കഴിയുന്നത് അപ് ടു നൗ. ആൻഡ് ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡൗസും നാസ്ഡാക്കും S&P എല്ലാം ഒരു കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ തന്നെയാണ് അറ്റ് പ്രസൻറ്റ് മൂവ്മെൻറ്റ് എന്താ പറയുക ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഇതെല്ലാം US സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്റ്റിമുലസ് പാക്കേജ് അവർ വരാനിരിക്കുന്നത് ആ ഒരു പ്രതീക്ഷ അവർക്ക് ഭയങ്കര ഒരു ബൂസ്റ്റപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ ലോട്ട്സ് ഓഫ് ന്യൂസ് ടു കം. സോ ഡോണ്ട് വറി, ബിക്കോസ് we are always climbing wall of worries. That is market. Okay, we should climb that worries.
അപ്പോൾ അതൊരു വറിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അതൊരു ഇഷ്യൂ അല്ല. ഓക്കെ, ചാടി അപ്പുറത്തേക്ക് കിടക്കുക, അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, അങ്ങനെ സംഭവിക്കുള്ളൂ. ബിഗിനേഴ്സ് നാളെ എക്സ്പയറി ആണ്, സോ കെയർഫുൾ. അത്രമാത്രം ഫ്രണ്ട്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിൻഡിങ്. ഹാപ്പി ട്രേഡിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.